ഇതാണ് നമ്മുടെ VS കോഡ്. ഇനി നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ന്യൂ ഫയൽ, ഞാൻ കൊടുക്കുന്ന പേര് HTML ഇൻട്രോ. ഈ ഒരു ഫയലിനെ നമുക്ക് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാം. VS കോഡ് സെർച്ച് ചെയ്യാം. VS വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതിൽ ഫയൽ സെലക്ട് ചെയ്യണം. ഫയലിനകത്ത് ഓപ്പൺ ഫോൾഡർ, നമ്മുടെ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറില്ലേ HTML ഇൻട്രോ, അതിനെ നമുക്ക് നമ്മുടെ VS കോഡിൽ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനകത്തൊരു ഫയൽ, ന്യൂ ഫയൽ എടുക്കുക. ആ ഫയലിനൊരു പേര് കൊടുക്കണം. ഫസ്റ്റ് .html എന്ന് പറയുമ്പോൾ .html എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഈ HTMLനെ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ഹെഡ് പാർട്ടും ഒന്ന് ബോഡി പാർട്ടും. ഈ ഹെഡ് പാർട്ടിനകത്താണ് നമ്മൾ ടൈറ്റിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടോ, ഇതിനകത്തുനിന്ന് ഇവിടം വരെ വരുന്നതാണ് നമ്മുടെ ഹെഡ് പാർട്ട്. നമ്മൾ ഓരോ ടാബുകൾ ഇവിടെ ഓപ്പൺ ചെയ്യത്തില്ലേ, കണ്ടോ, ഇങ്ങനെ ഓരോ ടാബുകൾ ഓപ്പൺ ചെയ്യുന്ന ആ പാർട്ടാണ് ഈ ടൈറ്റിലിൻ്റെ പാർട്ട്. അപ്പോൾ ഇവിടം വരെ വരുന്നതാണ് ഹെഡ് പാർട്ട്. ഈ ബ്ലാക്ക് പോർഷൻ ഇല്ലേ, ആ അത്രയും പോർഷൻ വരുന്നതാണ് നമ്മുടെ ബോഡി പാർട്ട്. ഓക്കെ, നമുക്കാദ്യമേ HTML എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്ത്, ടാഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനൊരു ക്ലോസിങ് ടാഗും ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ആംഗിൾ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ HTML എഴുതുന്നത്. ക്ലോസ് ചെയ്യുമ്പോൾ / യൂസ് ചെയ്താണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ HTMLനകത്ത് ഹെഡ് പാർട്ട്, ഇതിനകത്ത് ടൈറ്റിലിൻ്റെ പാർട്ട്. ഞാൻ ടൈറ്റിൽ ഫസ്റ്റ് പേജ് ഒന്ന് കൊടുത്ത് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹെഡ് പാർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡി പാർട്ട് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. കണ്ടോ, ഈ ഫസ്റ്റ് പേജ് എന്നാണ് നമ്മൾ കൊടുത്ത നമ്മുടെ ടൈറ്റിലിൻ്റെ പേര്. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ബോഡി പാർട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടാഗുകൾ പഠിക്കാം. ഒരു ഹെഡിങ് ടാഗുകൾ പഠിക്കാം. ഹെഡിങ് ടാഗുകൾ H1 മുതൽ H6 വരെയാണ് ഉള്ളത്. അപ്പം ഫസ്റ്റിൽ നമുക്ക് H1 ടാഗ് പഠിക്കാം. H1 ടാഗിനകത്ത് ഹലോ വേൾഡ്, കണ്ടോ, ഹലോ വേൾഡ്. H1 മുതൽ H6 വരെയാണ് ഉള്ളത്. നമുക്ക് ടൈപ്പ് ചെയ്യാം H2, H3, H4, H5, H6. കണ്ടോ ഡിഫറൻസ്? H1 മുതൽ H6 വരെയുള്ള അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, അടുത്തൊരു ടാഗാണ് നമ്മൾ പഠിക്കുന്നത് P ടാഗ്. നമുക്കൊരു പാരഗ്രാഫ് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടാഗാണ് P ടാഗ്. നമുക്കൊരു പാരഗ്രാഫ് കുറച്ച് കോപ്പി ചെയ്യാം. ലോറം എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് പാരഗ്രാഫ് കോപ്പി ചെയ്യാവേ. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+C, അത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+V. കണ്ടോ,
ഇത്രയൊക്കെ അല്ലേ. ഇനി അടുത്തൊരു ടാഗാണ് BR ടാഗ്. നമുക്ക് ലൈന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് BR ടാഗ്. കണ്ടോ, ഇവിടുന്ന് ലൈൻ ബ്രേക്കായി. പക്ഷേ ഈ BR ടാഗിന് ക്ലോസിംഗ് ടാഗ് ഇല്ല. ഇത് സെൽഫ് ക്ലോസിംഗ് ടാഗാണ് ഈ BR ടാഗ്. ഇനി നമുക്ക് കുറച്ച് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ പഠിക്കാം. അതിലൊരെണ്ണമാണ് I ടാഗ്. I എന്ന് പറയുന്നത് ഇറ്റാലിക്ക്. വേണ്ട, ഇറ്റാലിക്ക്. അടുത്തൊരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ് B ടാഗ്. B എന്ന് പറയുന്നത് ബോൾഡ് ആവാൻ വേണ്ടിയിട്ട്. കണ്ടോ. അടുത്തൊരു ടാഗാണ് U ടാഗ്, അണ്ടർലൈൻ വരാൻ വേണ്ടിയിട്ട്. കണ്ടോ. ഇനി അടുത്തത് സ്ട്രോങ് എന്ന് പറയുന്നുണ്ട്. അത് സെയിം B ടാഗിൻ്റെ കൂട്ട് തന്നെയാണ്, ബോൾഡാണ്. കണ്ടോ. ഇനി ഒരു DEL ടാഗുണ്ട്. വേണ്ടേ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു ടാഗ് പഠിക്കാം, ഇമേജ് ടാഗ്. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് ടാഗ് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റിൽ നമ്മുടെ ഒരു ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടാഗാണ് ഇമേജ് ടാഗ്. IMG ആണ്. അതിൽ ഈ SRCക്കകത്താണ് നമ്മൾ നമ്മുടെ സോഴ്സ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ SRC ഈക്വൽ ടു കോഡ്സിനകത്താണ് നമ്മൾ നമ്മുടെ പാത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെ പറഞ്ഞ പേരാണ് ആട്രിബ്യൂട്ട്. അപ്പം നമുക്ക് ഒരു ഇമേജ് നമുക്ക് കോപ്പി ചെയ്യാം. ഒരു ഇമേജ് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഇമേജ് അഡ്രസ്സ്. ആ അഡ്രസ്സിനെ നമുക്ക് SRCയിൽ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യാം. കണ്ടോ. ഈ ഇമേജിന് ഇത്രയും വിഡ്ത്ത് വേണ്ടെങ്കിൽ നമുക്കതിന് വിഡ്ത്ത് പറഞ്ഞു കൊടുക്കാം. ഇതിന് വിഡ്ത്ത് ഒരു 400 കൊടുത്ത്. കണ്ടോ. നമുക്ക് ഇങ്ങനെ ഇമേജ് ആഡ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോൾഡറിൽ കൊണ്ടൊന്ന് സേവ് ചെയ്യാം. അങ്ങനെ ഇവിടെ കാണിച്ചു തരാം. ആദ്യമേ നമുക്കൊരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ഇമേജിനെ ഡൗൺലോഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സേവ് ഇമേജസ്. നമ്മുടെ ഫോൾഡർ ഡെസ്ക്ടോപ്പിൽ HTML ഇൻട്രോ. ഞാനതിന് ഒരു ഇമേജ് 1 എന്ന് കൊടുത്ത് സേവ്. VS കോഡിൽ ഇമേജ് ടാഗ്, ഈ SRCയിൽ ഈ ഇമേജിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പം IMG1. കണ്ടോ ഇമേജ്. ഞാൻ ഇവിടെ ഒരു BR കൊടുക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് ടാഗ് പഠിക്കാം. അപ്പം ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് വേറൊരു പേജിൽ, നമുക്ക് W3യുടെ പേജിലോട്ടോ ആമസോണിൻ്റെ പേജിലോട്ടോ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് A ടാഗ്. അപ്പം A
ഈ HRFനകത്താണ് നമ്മൾക്ക് പോകേണ്ട ലിങ്കിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒരു W3യുടെ സൈറ്റിൽ പോവാം. W3യിൽ HTML ട്യൂട്ടോറിയലിനകത്ത് ഈ ഒരു പേജിലോട്ട് എനിക്ക് പാത്ത് പോകണം. ഞാൻ അത് കോപ്പി ചെയ്ത് വിഷ്വൽ സ്റ്റുഡിയോയിൽ Ctrl+V. ഞാനിവിടെ ഗോ ടു W3 സ്കൂള് കണ്ടോ ലിങ്ക് വന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ HTML ട്യൂട്ടോറിയലിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. അടുത്തത് നമുക്ക് നമുക്ക് ഇവിടെ തന്നെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജിലോട്ട് പോകുന്നത് കാണിച്ചു തരാം. second.html എന്ന് പറയുന്നൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു HTML ടാഗിൽ ഹെഡ്, അതിനകത്ത് ടൈറ്റില്, സെക്കൻഡ് പേജ്, ഹെഡ് കഴിഞ്ഞിട്ട് ബോഡി പാർട്ട്, H1 ടാഗിനകത്ത് സെക്കൻഡ് പേജ്, എ ടാഗ്. ഇവിടെ നമ്മൾ second.html പാത്ത് പറഞ്ഞു കൊടുത്ത് ഗോ ടു സെക്കൻഡ് പേജ്. ഗോ ടു സെക്കൻഡ് പേജ്. സെക്കൻഡ് പേജിലോട്ട് പോയി.